ഗെയിമേഴ്സിനും അതായത് ക്രിയേറ്റേഴ്സിനും പറ്റിയ ഒരു കിട്ടില്ല ഇയർഫോണാണ് എൻ്റെ ഇരിക്കുന്നത്. സാൽനോട്ട് 02. അപ്പോൾ ഇവർ ഇതിനെ ഇയർഫോൺ എന്നുള്ള കാറ്റഗറിയിലല്ല പറയുന്നത്, ഇവർ ഇതിനെ ഒരു ഇന്നിയർ മോണിറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഗെയിംസ് ഒക്കെ അതായത് BGM ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഓപ്പോണന്റിന്റെ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ട് അത് കിട്ടുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം 6 മാസം യൂസ് ചെയ്തതിനു ശേഷമാണ് ഈ പറയുന്നത്. ഇതുവരെ ഞാൻ അത്യാവശ്യം റിഫ്യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. മെറ്റീരിയലൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ്ഫോൺ എന്ന് പറയുന്നത് ബോട്ടിന്റെ റോക്കേഴ്സ് ആണ്. അപ്പോൾ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഫാർ ബെറ്റർ എന്ന് തന്നെ പറയാം. ഇതിന്റെ ബാസും കാര്യങ്ങളൊക്കെ ക്ലിയർ ബാസ് ആണ്. അതുപോലെ തന്നെ മെയിൻ ഗുണമെന്ന് എനിക്ക് തോന്നിയത്, ഇപ്പോൾ BGM കളിക്കുന്ന സമയത്ത് ഫുഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാം. നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ബോട്ടിൽ നിന്ന് എനിക്ക് ഇതിലായിട്ടൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ക്ലിയർ ആണ്, ഓഡിയോ ഒക്കെ ക്ലിയർ ഓഡിയോ ആണ്, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കാം. പിന്നീട് ഇതിന് 2 വേരിയൻസ് വരുന്നുണ്ട്, അതായത് മൈക്ക് ഉള്ളതും മൈക്ക് ഇല്ലാത്ത വേരിയൻസ് വരുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചത് മൈക്ക് ഉള്ള വേരിയന്റ് ആണ്. മൈക്കുള്ള വേരിയന്റിന് ഏകദേശം 3150 രൂപയാണ് വരുന്നത്. മൈക്കില്ലാന്നുണ്ടെങ്കിൽ 2600 കിട്ടും. ഓക്കെ, അപ്പോൾ മൈക്കുള്ളത് വാങ്ങിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഗെയിമർ ആണെങ്കിലും അല്ലെങ്കിലും മൈക്കുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ബോക്സ് ഒക്കെ അഴിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലായിരിക്കും വരുന്നത്. ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കേസ് ഉണ്ടാവും. ഈ കേസിനകത്തായിരിക്കും ഈ ബഡ്സ് രണ്ടും വെച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് നമുക്ക് റിമൂവ് ചെയ്യാനും അത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. യൂസർ മാനുവലും വാറന്റി കാർഡുകളും ചേർത്ത് ഒരു ഷീറ്റ് വരുന്നുണ്ട്. പിന്നീട് എക്സ്ട്രാ ആയിട്ട് കുറച്ച് പല കളറുള്ള ഇതിന്റെ ഉള്ളിലിടുന്ന, അതായത് എഡ്ജിലിടുന്ന ബഡ്സ് വരുന്നുണ്ട്. ഏകദേശം ഒരു 4 പെയർ ബഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ ഗെയിമറൊക്കെ ആണെങ്കിൽ ഇത് എന്തായാലും വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നതാണ്.